ഉടമ്പടി 3 പുതുക്കിയോ ശ്രദ്ധിക്കുക. 44 ദിവസമാണ് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്. 44 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വിഷയത്തിൽ തീരുമാനം ഉണ്ടാകുമെന്ന് കർത്താവ് പറയുന്നെന്ന് ഞാൻ ആരാധന സമയത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ അനിത ബേബി തോമസിന് ഒരു സംശയം തോന്നി. ഇത്രയൊക്കെ മാതാവിൻ്റെ ഭാഗത്ത് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്ത് അടയാളം കാണിച്ച് വിശ്വസ്തത കാണിച്ച് നമ്മൾ തണുത്തപ്പോഴും ദൈവം ചൂടായത്തിന് നിന്നുകൊണ്ട് ആ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ അവൾക്ക് തോന്നി എൻ്റെ കയ്യിൽ നിന്ന് വല്ല മിസ്റ്റേക്കും ഉണ്ടാകുന്നു. അപ്പോഴാണ് അവൾക്ക് മൂന്നാമത് ഉടമ്പടി പുതുക്കിയെങ്കിലുമേ അവൾ സ്വന്തമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി, എന്താണ് എൻ്റെ കയ്യിൽ നിന്ന് വല്ല മിസ്റ്റേക്കും ഉണ്ടാകുന്നു. അപ്പോൾ അവർ മിസ്റ്റേക്ക് അവൾ കണ്ടെത്തി. എന്താണ്, അവൾ പത്രം വീട്ടിൽ മാത്രമേ പള്ളികൾ മാത്രമേ കൊടുക്കത്തുള്ളൂ. കാര്യം നേഴ്സായതുകൊണ്ട് പെടപെടാന്നിങ്ങനെ ആൾക്കാരുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ട് പള്ളിയിൽ പോകുമ്പോൾ ആ ക്രിയ പോക്കാൻ വേണ്ടി ആ കണ്ടവർക്കെല്ലാം കൊടുക്കും, അത്രേ ഉള്ളൂ. 3 പുതുക്കിയെങ്കിലും ആൾ പണ്ട് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയാണ് ഇപ്പോൾ. 3 പുതുക്കുമ്പോൾ പുതുക്കുന്നതനുസരിച്ച് പ്രേക്ഷിത വളരണ്ടേ? അങ്ങനെയൊന്നും വളർത്തൊന്നുമില്ല. ദൈവത്തിൻ്റെ കണ്ണിൽ പൊഴിയിടാൻ വേണ്ടി ഒപ്പിച്ചുണ്ടാക്കി അതിൽ ചെയ്തെന്ന് തീർക്കാൻ വേണ്ടി അവിടെ ഇവിടെ കൊടുത്ത് ഒപ്പിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ സാധനം വർക്കൗട്ട് ചെയ്യാത്തത്. നിങ്ങൾ ഓർക്കണം കേട്ടോ, പുതുക്കിയ ആൾക്കാർ ഓർക്കണം. പുതുക്കുമ്പോൾ ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തതിനേക്കാൾ ശക്തമായിട്ടാണ് ഇപ്പോൾ ജീവിക്കണം നോക്കണം. അല്ല എടുത്തതിനേക്കാൾ ഗതികെട്ട ജീവിതമാണെങ്കിലേ പിന്നെ പറഞ്ഞിട്ടൊരു കഥയുമില്ല. അപ്പം തീഷ്ണത ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, ഉടമ്പടി പുതുക്കുമ്പോഴേ ഉടമ്പടി എടുത്തതിനേക്കാൾ തീഷ്ണതയോട് ജീവിക്കാൻ എന്നെ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. ജീവിതത്തെ മാറ്റിമറിക്കണമേ. ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം 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 ദൈവമേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു വ്യക്തിയോട് എന്നതിനേക്കാൾ സൂക്ഷ്മതയോട് വേണം ദൈവത്തോട് പെരുമാറാൻ. ഒന്നാമത്തൊരു കുഴപ്പമുള്ള വെച്ച് കഴിഞ്ഞാൽ എന്താണ് കുഴപ്പമെന്നൊക്കെ അറിയാമോ? എനിക്ക് മനസ്സിലാക്കുന്ന ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തികൾക്കുള്ളൊരു കുഴപ്പം നമുക്ക് മറന്നു പോകും ഭയങ്കരമായിട്ട്. ഇപ്പം നമ്മൾ എത്ര ഉടക്കുണ്ടായാലുവേ ആ ആൾക്കാരെ ഉടക്കിയിരിക്കണമെങ്കിലേ നമ്മൾ ഒരു കൊല്ലം കഴിയുമ്പോൾ ഉടക്കിയ കാര്യം പോലും നമ്മൾ മറന്നു പോകും. എന്ത് വകുപ്പിനാണ് ഉടക്കിയെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു വിഷയം മറവിയില്ലാത്ത കാരണം പണി നമ്മൾ പാഴ്സൽ വാങ്ങിക്കും. അത് സൂക്ഷിച്ച് വേണം ഇടപെടാൻ. ദൈവത്തിന് നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസം ഞാൻ കണ്ടിരിക്കുന്നത് മറവിയില്ലാത്തതാണ്. നമുക്ക് മറവിയുണ്ട്. നമുക്ക് മറവി ഉള്ളത് കൊണ്ടാണ് നമ്മളെല്ലാം സിമ്പിൾ എടുക്കുന്നത്. ദൈവത്തിൻ്റെ ആ ബീയിങ്ങിൽ തന്നെ മറവിയില്ല. എല്ലാം ഓർത്തിരിക്കും, ക്ഷമിക്കുമായിരിക്കും. ക്ഷമിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മറക്കാതിരിക്കണത് പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ബ്രാൻഡഡ് ആയില്ലേ, നമ്മൾ പറഞ്ഞ ബ്രാൻഡഡ് ആയില്ലേ. അത് കാരണമാണ് ഈ 10 ദിവസമൊക്കെ അവസാനം വരെ നെടുവീർപ്പിട്ട് കരയുമായിരുന്നു. എന്താണ് ഈ മറവിയുടെ ട്രാസുകൾ മറക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ തലയിലുള്ള ആ മറവിയിൽ 10 ദിവസം അനുതാപത്തിനെ കണ്ണീരിട്ട് അത് മറക്കാൻ വേണ്ടി പറയും. ഞാൻ തള്ളിപ്പറഞ്ഞത് നീ മറക്കണേ. അപ്പോഴത്തെ ഒരവസ്ഥ ചെയ്തു പോയതാണ്.
അയാൾ ഒറ്റപ്രാവശ്യമല്ല, മരണം വരെ അയാളെ കരയുമായിരുന്നു. ഞാൻ തള്ളിപ്പറഞ്ഞത് നീ മറക്കണേ, നീ ഇത്രയൊന്നും ചിന്തിച്ചില്ല, നീ മറന്നോ. എന്നിട്ട് ഈ മനുഷ്യൻ കണ്ണീര് കൊണ്ട് കർത്താവിന് തലച്ചോറ് കഴുകും. ഞാൻ പറഞ്ഞതിൻ്റെ ഭാഗിക ബിംബാർത്ഥങ്ങളുമാണ് മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥ അർത്ഥങ്ങളല്ല മനസ്സിലാക്കേണ്ടത് കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനുതാപത്തിന് മാത്രമേ ദൈവത്തിൻ്റെ മറവിയെ സബ്സിഡി ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചെങ്കിലും നിങ്ങൾ ഞെളിയരുത്, മറിച്ച് ദൈവദിവസനെ 10 ദിവസത്തിനെ പോലെ നിൽക്കണം അവസാനം വരെ. ഞാൻ തള്ളിപ്പറഞ്ഞത് നീ മറന്നു കളയണം, നീ ക്ഷമിക്കുമെന്ന് എനിക്കറിയാം, അതല്ല എനിക്ക് വേണ്ടത്, നീ മറന്നു കളയണം. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ എണ്ണമറ്റ പാപങ്ങളെ നീ മറച്ചു കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതിന് വീണ്ടും ഇവളെന്ത് ചെയ്യുന്നത്, ഈ പള്ളിയിൽ കൊടുക്കുന്ന ഫോർമാറ്റ് ചേഞ്ച് ചെയ്യും. 4ാമത്തെ യാമത്തിലും കർത്താവ് വരുമെന്ന് പറഞ്ഞുകൊണ്ട് 4ാമത്തെ ഉടമ്പടി പുതുക്കിയിട്ട് ആൾ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യും മൊത്തം. കാര്യം എന്താ, ഭർത്താവിന് ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ചയൻ മെയ് മാസം വരെ വെയിറ്റ് ചെയ്യണം. മെയ് മാസം ഒന്ന് കഴിയണ വരെ, മെയ് മാസത്തിൽ അമ്മ എന്നെ സഹായിക്കും, എനിക്കറിയാം. ആ വിശ്വാസത്തിലൊക്കെ നിൽക്കുകയാണ് ആൾ. എന്നിട്ട് എന്ത് ചെയ്ത്, പ്രവർത്തനങ്ങളെ ഒന്ന് ചേഞ്ച് ചെയ്ത്. എന്താ ചേഞ്ച് ചെയ്ത്, പള്ളി കൊടുക്കുന്ന പത്രം നേരെ കൊണ്ട് ഓട്ടോസ്റ്റാൻഡിൽ കൊടുക്കാൻ തുടങ്ങി. ചേഞ്ച് ചെയ്ത ആൾ പള്ളി കൊടുത്ത് ആൾക്കാരെ ഈ വിശ്വാസികൾക്ക് തന്നെ വീണ്ടും നമ്മൾ കൊടുക്കുകയല്ലേ, അതുകൊണ്ട് അവിശ്വാസികൾക്ക് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ എന്താ കാര്യം, ദൈവത്തിന് കൂടുതൽ പ്രയോജനം ഉണ്ടാവും. എന്താ കാര്യം, നമ്മളെ ആദ്യമേ കണ്ടായിരുന്നു 25:30 എന്താണ്, പ്രയോജനമില്ലാത്ത ഈ ദാസനെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുവാൻ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ ഉടമ്പടി പുരോഗമിക്കുന്ന അനുസരിച്ച് ദൈവത്തിന് എന്ത് പ്രയോജനമെന്ന് ചിന്തിക്കണം. അല്ല നമ്മളെന്ത് വിഷയം വെച്ചാൽ നമുക്കെന്ത് പ്രയോജനം, കൊച്ചു മാനസാന്തരപ്പെട്ട, ഭർത്താവിൻ്റെ കള്ളുകുടി മാറിയ, മകന് അഡ്മിഷൻ കിട്ടിയ, വിസ പ്രോസസ്സായ, നമുക്കെന്ത് പ്രയോജനം എന്നാണ് ചിന്തിക്കണത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ദൈവത്തെക്കുറിച്ചല്ല ചിന്തിക്കണത്, നിങ്ങളുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രം നിങ്ങൾ കെട്ടിയെടുത്ത് അലങ്കരിച്ച് ഇറങ്ങിയിരിക്കുക. ദാറ്റ് ഈസ് നോൺ സെൻസ്. നമ്മൾ ദൈവത്തോട് ഇടപെടുമ്പോൾ ദൈവത്തോടുള്ളൊരു മാന്യത നമ്മൾ കാണിക്കാൻ ബാധ്യസ്ഥരാണ്. എപ്പോഴും നമ്മൾ ദൈവത്തിന് എന്ത് പ്രയോജനം എന്നുള്ള ഫോർമാറ്റിൽ തന്നെ വർക്ക് ചെയ്യണം. ഇവള് പറയണതേ, ഇവള് സന്ധ്യക്ക് ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ചെന്ന്, ഒറ്റ പെണ്ണാണ്. അപ്പോൾ അവർ ഓട്ടോക്കാരെല്ലാം കൂടി ഇവിടെ വളഞ്ഞപ്പോൾ പറഞ്ഞ് നിങ്ങൾ മതം മാറ്റാൻ നടക്കുകയല്ലേ, ഇത് തോന്നിയോസല്ലേ കാണിക്കണത്. അപ്പോൾ പറഞ്ഞു, ചേട്ടാ മതം മാറ്റമൊന്നുമല്ല, ചേട്ടൻ വായിച്ചു നോക്ക്. അതായത് ഒരു മനുഷ്യനെ നിലനിർത്തുന്നത് അതിജീവിക്കണം വിശ്വാസമാണെന്നും പറഞ്ഞുകൊണ്ട് ഇവൾ കിട്ടിയ അനുഭവങ്ങളൊക്കെ പറയാൻ തുടങ്ങും. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെല്ലാം അവസാനം ഇവരെല്ലാം പത്രം ഇവരോട് ചോദിച്ച് വാങ്ങിക്കണ കണ്ടീഷനായി. നോക്കിയാൽ ഒരാളെ നോക്കിയേ, ആദ്യം ഈ ആണുങ്ങളെ കാണുമ്പോൾ കൂട്ടത്തിൽ സന്ധ്യക്ക് ആണുങ്ങളെ കൂട്ടി നിൽക്കുമ്പോൾ പേടിയേണ്ട ആളാണ്. അവരോട് 20 പേരോട് ഒരുമിച്ച് സുവിശേഷം പറയുകയാണ് ഓട്ടോ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട്. അപ്പോഴേ ദൈവത്തിന് മനസ്സിലാകും ഇത് വേറെ മാറിയ ആൾ ഉടമ്പടി പുതുക്കുന്നതനുസരിച്ച് വളരെ ഇടിറ്റ വിശ്വാസിയായി മാറുകയാണ്. തന്നെയല്ല, കർത്താവിന് പ്രയോജനമുള്ള വ്യക്തിയായിട്ട് മാറുകയാണ്. അപ്പോഴെന്ത് പോയി, മെയ് 15 ഇപ്പം ദിവസം മാറുകയാണ്, ദിവസം പോവുകയാണ്. പക്ഷേ മെയ് 15 കഴിഞ്ഞപ്പോൾ ഇവൾ പ്രഗ്നൻ്റായി. അപ്പോൾ നോക്കിയേ, എനിക്ക് ഇച്ചായനോട് പറയണത്, അതായത് ഭർത്താവിൻ്റെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി അവൾ ഒരു ഡേറ്റ് ഇടുകയാണ്, ദൈവമായിട്ടൊരു സമയം കുറിക്കുകയാണ്. മാതാവിൻ്റെ മാസമാണ്, മാതാവ് എനിക്ക് തീർച്ചയായിട്ടും കുഞ്ഞിനെ തരും, മെഡിക്കൽ സയൻസ് അല്ലാതെ തന്നെ എനിക്ക് കുഞ്ഞിനെ കിട്ടും, എൻ്റെ ഭർത്താവിൻ്റെ വിശ്വാസം ഞാൻ ഇതിലൂടെ നിലനിർത്തും. എന്തെല്ലാം മെൻറ്റേഷൻസാണ് എടുക്കണമെന്ന് നോക്കിയേ. അതായത് ഉടമ്പടി ഇക്കാലങ്ങളിൽ
ഞെട്ടിപ്പിക്കുന്ന വലിയ സുവിശേഷ സാക്ഷികളെ സൃഷ്ടിച്ചുകൊണ്ട് ഒരു ജൈത്രയാത്ര നടത്തുന്ന നമുക്ക് കാണാം. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ തിരുവൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ ഇവിടെ തീർത്ഥാടന ഉടമ്പടി എടുക്കുന്ന 10/6/2024 എനിക്ക് BTech എക്സാം നല്ല പാടായിരുന്നു, ഫൈനൽ ഇയർ എക്സാം. അപ്പം അത് പാസ്സായി, നല്ല മാർക്കോടെ പാസ്സാവാൻ വേണ്ടിയിട്ടായിരുന്നു നിയോഗം വച്ചിരുന്നത്. ആ സമയം തന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലും ആയിരുന്നു. അപ്പോൾ ഞാൻ കൂടുതലും പഠിക്കുന്നതിലും ഉപരി കൂടുതലും ഞാൻ ബൈബിൾ വായനയിൽ 45 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ കൂടുതലും ബൈബിളായിരിക്കും വായിക്കുന്ന. പഠിക്കണ സമയം കുറവായിരിക്കും. പക്ഷേ റിസൾട്ട് വന്നപ്പോഴും മാതാവ് ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ തന്ന് അനുഗ്രഹിച്ചു. ഞാൻ എക്സാമിന് പോകുമ്പോൾ ഉടമ്പടി തൈലം നെറ്റിയിൽ പൂശുകയും ഉടമ്പടി ഉപ്പ് വെള്ളത്തിലിട്ട് കുടിക്കാൻ കൊണ്ടുപോവുകയും ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഏറ്റവും പാടായിരുന്ന എക്സാമിന് എന്നെ മാതാവ് ഏറ്റവും നല്ല മാർക്ക് തരികയും ഏറ്റവും ഈസി ആയിരുന്ന എക്സാമിന് കുറവ് മാർക്കുമായിരുന്നു. അച്ഛൻ പറയുന്ന പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് കൊണ്ട് തന്നെയാണ്. ഞാൻ പൂർണ്ണമായിട്ടും അത് വിശ്വസിക്കുന്നു. പിന്നെ എനിക്ക് C പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു എക്സാം നല്ല പാടായിരുന്നു. 3 പ്രാവശ്യം ഞാൻ എഴുതിയിട്ടും കിട്ടണില്ലായിരുന്നു. അപ്പം എനിക്ക് C പ്രോഗ്രാമിൻ്റെ ബേസിക്സ് കുറച്ച് മാത്രമേ അറിയാം, ഒട്ടും അറിയത്തില്ല. എക്സാം എപ്പോൾ എഴുതിയാലും കിട്ടത്തില്ല, പാടായിരിക്കും. പക്ഷേ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ആ ടൈമിൽ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേ എക്സാം എഴുതി മാരത്തോൺ സപ്ലൈ എന്ന് പറഞ്ഞൊരു സപ്ലൈ ഉണ്ടായിരുന്നു. അതിലെനിക്ക് C പ്രോഗ്രാം എക്സാം നല്ല മാർക്കോടെ പാസ്സാവാൻ അനുഗ്രഹിച്ചു. അതും എൻ്റെ കഴിവ് കൊണ്ടല്ല എന്ന് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. കാരണം എനിക്ക് അതിൻ്റെ ബേസിക്സ് പോലും കറക്റ്റായിട്ട് അറിയത്തില്ല. അത്രയും പാടുള്ള സബ്ജക്റ്റുമാണ്. എനിക്ക് 3 പ്രാവശ്യം എഴുതിയിട്ട് കിട്ടിയിട്ടുമില്ല അത്. പിന്നെ എൻ്റെ BTech ഫൈനൽ ഇയർ എക്സാമിൻ്റെ റിസൾട്ട് വരുന്നത് എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ ആയിരുന്നു. പിന്നെ ലൈസൻസ് എനിക്ക് ഫസ്റ്റ് ടൈം എന്നെ കിട്ടി. എടുത്തപ്പോൾ എനിക്ക് തെറ്റിയായിരുന്നു ചെറുതായിട്ട്. പക്ഷേ പിന്നെ റോഡ് ടെസ്റ്റിന് വന്നിട്ട് എനിക്കൊരു തേരിയായിരുന്നു കിട്ടിയത്. അതെനിക്ക് എടുക്കാൻ നല്ല പാടായിരുന്നു. എന്നിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം ഞാൻ അപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ടായിരുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുത്ത് അത് വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ മാതാവ് അനുഗ്രഹിച്ചു. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ള, ഞാൻ പഠിച്ചത് BTech എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പം എനിക്ക് എൻ്റെ ട്രേഡിലായിട്ടൊരു ജോലി കിട്ടണമെങ്കിൽ നല്ലൊരു പാടാണ്. അപ്പോൾ എല്ലാവരും ഈ ട്രേഡിന് ജോലി കിട്ടത്തില്ലല്ലോ, അല്ലെങ്കിൽ ജോലി ചെയ്യണമെങ്കിൽ അപ്രൻറ്റീസ്ഷിപ്പായിട്ട് ISROയിലോ അങ്ങനെ എങ്ങനെയെങ്കിലും പോകണം. അത് 1 വർഷം കഴിഞ്ഞാൽ പിന്നെ എന്താവുമെന്ന് അറിയത്തില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ എപ്പോഴും കോളേജിൽ വെച്ച് ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൽ അപ്ലൈ ചെയ്തിരുന്ന കേപ്പ് ജെമിനി എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ അന്ന് എനിക്ക് അസസ്മെൻറ്റ് ടെസ്റ്റിന് കോൾ വരികയും അസസ്മെൻറ്റ് പാസ്സാവുകയും ഇൻ്റർവ്യൂവിന് അവർ വിളിക്കുകയും ചെയ്തു. ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇൻ്റർവ്യൂവിന് കയറി, പക്ഷെ ഞാൻ പറയുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇൻ്റർവ്യൂവറിന് കേൾക്കാൻ പറ്റുന്നില്ല. 2 പാനൽ മാറിയിരുന്നു. എന്നിട്ടും ഒട്ടും അവർക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ പറയുന്ന 2 പ്രാവശ്യം ഇൻ്റർവ്യൂ ക്യാൻസലായി. ഞാൻ ലാസ്റ്റ് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഉടമ്പടി ഉപ്പും ഉടമ്പടി കാശുരൂപവും കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം നെറ്റിയിൽ പൂശി ലാപ്ടോപ്പിലും പൂശിയായിരുന്നു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഒരു HR വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ അവർ വിളിക്കത്തില്ല എന്നാലും HR വിളിച്ചിട്ട് പറഞ്ഞു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കയറണം, എന്താ കയറാത്ത, മൊബൈലിലാണെങ്കിലും കയറിക്കോ എന്ന് പറഞ്ഞ് അങ്ങനെ മൊബൈലിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. 1/2 മണിക്കൂർ അടുപ്പിച്ച് എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. എൻ്റെ CV-യിൽ നിന്നായിരുന്നു ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചത്. ഇൻ്റർവ്യൂ നല്ല പാടായിരുന്നു. പക്ഷേ അന്ന് വൈകിട്ട് എന്നെ എനിക്ക് LOI മാതാവ് തന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു ജോബിന് ജോയിൻ ചെയ്തതിന് ശേഷം അവിടെ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന പൊസിഷനിൽ എയർബസിലാണ് അവർ തന്നിരിക്കുന്നത്. അപ്പം വർക്ക് ചെയ്യുന്ന പൊസിഷനിലാണെങ്കിലും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ മാത്രമേ അവർ എടുക്കാറുള്ളൂ. എന്നാലും അവർ ഞങ്ങളെ ഒരു 0 എക്സ്പീരിയൻസ് ആയിട്ട് ഒരു ഫ്രഷറായിട്ടുള്ള എന്നെ പിന്നെ എൻ്റെ കൂടെ 2 കുട്ടികളെയും മാതാവിൻ്റെ അനുഗ്രഹത്താൽ തന്നെ സപ്ലൈ ചെയിൻ പ്രൊക്യൂർമെൻ്റ് എന്ന് പറഞ്ഞ എയർബസിൻ്റെ ഒരു പ്രോജക്റ്റിലേക്ക് അവരെടുത്തായിരുന്നു. അങ്ങനെ ഇത്രയും നല്ല അനുഗ്രഹം, ഇത്രയും ഫ്രഷറായിട്ട് അതിൽ കയറി പറ്റി തന്നെ എല്ലാവരും ചോദിച്ചത് എങ്ങനെ പറ്റി, ഇന്നേ അവരങ്ങനെ റിക്രൂട്ട് ചെയ്തിട്ടില്ല. അതും മാതാവിൻ്റെ അനുഗ്രഹമായിരുന്നു. പിന്നെ പ്രോജക്റ്റ് ഹെഡിൻ്റെ പേര് മരിയ എന്നായിരുന്നു.
അത് ഞാൻ മാതാവിൻ്റെ സാന്നിധ്യം എങ്ങനെ ഈ പ്രോജക്റ്റിൽ മാതാവിൻ്റെ സാന്നിധ്യം ഒന്ന് ചോദിച്ച് അങ്ങനെയാണ്. പിറ്റേ ദിവസം സാറ് പറഞ്ഞു നിങ്ങളുടെ പ്രോജക്റ്റ് ഹെഡിൻ്റെ പേര് മരിയ എന്നാണ്. അങ്ങനെയാണ് മാതാവ് ഇത്രയും കൊടാനുകൂടി എനിക്ക് തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ എൻ്റെ ആത്മീയ ആയിട്ടുള്ള വളർച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബൈബിൾ വായനയൊക്കെ കുറവായിരുന്നു. ഇപ്പം 45 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂറിൽ കൂടുതലൊക്കെ ബൈബിൾ വായിക്കാൻ പറ്റാറുണ്ട്. പിന്നെ ജപമാല പ്രാർത്ഥന എത്തിക്കാൻ പറ്റും. പിന്നെ പള്ളിയിലാണെങ്കിലും ഞാൻ ബാംഗ്ലൂരിലാണിപ്പം. പള്ളിയിലാണെങ്കിലും ഞാൻ ശനി ഞായർ മുടങ്ങാതെ പോകാറുണ്ട്. പ്രെയർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം എൻ്റെ അടുത്ത് ഞാൻ പത്രം കൊടുത്ത് മാതാവിനെക്കുറിച്ച് പറയാൻ പോയപ്പോൾ ഒരു അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു കൃപാസനത്തിൽ വരാൻ പൈസ തരുമോ. അപ്പോൾ ഞാൻ അപ്പോഴേ തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ കൊടുത്തായിരുന്നു. പിന്നെ ആരെങ്കിലും എൻ്റെ അടുത്ത് എന്തെങ്കിലും സഹായം ചോദിച്ചാൽ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ ഒരു അമ്മൂമ്മ എൻ്റെ അടുത്ത് അരിയും കുറച്ച് എണ്ണയും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുമോയെന്ന് ചോദിച്ചു. അപ്പോൾ അടുത്തുള്ള കടയിൽ നിന്ന് അപ്പോഴേ തന്നെ വാങ്ങിച്ചു കൊണ്ടുപോയി. പിന്നെ അതിനുശേഷം പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ ഞാൻ ഇവിടെ നിന്ന് പോകുമ്പം ഇംഗ്ലീഷ് പത്രം വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അതെല്ലാം കൊണ്ടുപോയി മാതാവിനെ അറിഞ്ഞുകൂടാത്തവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അറിഞ്ഞുകൂടാത്തവർക്ക് കൂടുതൽ മാതാവിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ കാരണം നിരവധി പേര് ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ ഇടയായിട്ടുണ്ട്. ലേറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നാട്ടിലായിരിക്കുമ്പോൾ ഞാൻ ആശുപത്രികളിലും പൊതുസ്ഥലങ്ങളിലും ആയിരിക്കും പത്രവിതരണം ചെയ്യാറുള്ളത്. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് അനു. ഞാൻ 2023 ഏപ്രിലാണ് ഉടമ്പടി എടുത്തത്. ഇതെൻ്റെ 2ാമത്തെ സാക്ഷിയാണ്. ഞങ്ങൾക്ക് ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനോടും ഈശോയ്ക്കും 1000 നന്ദി. എനിക്ക് ബ്രസ്റ്റിൽ 2 ലംബ് ഉണ്ടായിരുന്നു. 2 ബ്രസ്റ്റിലും ഉണ്ടായിരുന്നു. അത് എൻ്റെ അനിയത്തി ബ്രസ്റ്റ് ക്യാൻസറായിട്ട് മരിച്ചതുകൊണ്ടും എല്ലാവർക്കും വീട്ടിൽ ഭയങ്കര ടെൻഷനായിരുന്നു. കാണിച്ചപ്പോൾ സ്കാൻ ചെയ്തതിൽ 2ലും ഒരെണ്ണത്തിൽ 2nd സ്റ്റേജും ഒരെണ്ണത്തിൽ 3rd സ്റ്റേജായിട്ട് പറഞ്ഞിരുന്നു. ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ എഴുതിയെടുത്ത 2ാമത്തെ നിയോഗം ഇനി വീട്ടിൽ ആർക്കും ക്യാൻസർ വരരുതെന്നാണ്. അതുകൊണ്ട് തന്നെ എനിക്കിത് കണ്ടെങ്കിലും അത്ര ടെൻഷനോ പേടിയൊന്നും തോന്നിയില്ല. കാരണം ഇവിടുത്തെ സാക്ഷ്യങ്ങൾ ഞാൻ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്. അമ്മ മാതാവ് കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും വരില്ല, പരീക്ഷിക്കുള്ളൂ എന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ബയോപ്സി പറഞ്ഞെങ്കിലും ഞാൻ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിട്ടേ ബയോപ്സിക്ക് പോകുള്ളൂ എന്ന് വീട്ടിൽ പറഞ്ഞിരുന്നു. അതുവരെ എല്ലാ ദിവസവും ഉപ്പും തേനും മരുന്നായിട്ട് കഴിച്ചിരുന്നു. വേറെ മരുന്നൊന്നും ഡോക്ടർ തന്നിരുന്നില്ല. അതുപോലെ തൈലം തേച്ച് പ്രാർത്ഥിച്ചിരുന്നു. 2 നേരം മരുന്നായിട്ട് കഴിച്ചിരുന്നത് ഇവിടുത്തെ വിശുദ്ധ വസ്തുക്കൾ മാത്രമാണ്. അങ്ങനെ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചന്ന് അച്ഛൻ തലയിൽ കുരിശ് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ശരീരത്തിലാകെ വിറയൽ വന്നിരുന്നു. അത് കഴിഞ്ഞ് അച്ഛൻ തൈലം കയ്യിൽ തന്നപ്പോൾ പറഞ്ഞു ഇനി പോയിട്ട് സാക്ഷ്യം പറയാൻ റെഡിയായി വന്നോളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം അവിടെ ചെന്നപ്പോൾ പരിശോധിച്ചതിൽ 2ലും ലംബില്ല. വേദനയും കാര്യങ്ങളൊക്കെ മാറിയിരുന്നു. അമ്മ മാതാവിന് 1000 നന്ദി. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. എൻ്റെ മകളുടെ തലയിൽ മുടി വട്ടത്തിൽ പോകുന്ന ഒരു അസുഖം വന്നിരുന്നു. അതൊരു ഓട്ടോ ഇമ്മ്യൂണൽ അസുഖമാണ്. അതിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ല. മുടി തന്നെ വരണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇനി അത് കുറേ നാൾ നീണ്ടു നിൽക്കുകയാണെങ്കിൽ നമുക്കൊന്ന് ബയോപ്സി ചെയ്ത് നോക്കി അതിന് വേണ്ട മരുന്നുകൾ ചെയ്യാം. എന്നാലും ഡോക്ടർക്ക് ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല. ചിലവർക്ക് കൊല്ലങ്ങളോളം അങ്ങനെ മുടിയില്ലാണ്ട് മുടി മുഴുവൻ തലയിലൊക്കെ ഒഴിഞ്ഞു പോണ ഒരു രീതിയിലേക്ക് വരാമെന്നും പറഞ്ഞിരുന്നു. അന്ന് തൊട്ട് ഞങ്ങളത് അമ്മ മാതാവിന് സമർപ്പിച്ച് ലൈറ്റ് ക്യാൻഡിലിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങി. മോളുടെ തലയിലും മുടി പോയ സ്ഥലത്തും നെറ്റിയിലും തൈലം തേച്ച് പ്രാർത്ഥിക്കുകയും മോൾക്ക് ഉപ്പ് കൊടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. എല്ലാ ഭക്ഷണത്തിലും അതുപോലെ തേനും കൊടുത്ത് അവൾക്ക് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ അവൾക്കവിടെ മുടി കിളിർത്ത് വന്നു. ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർക്കത് ഒരു അത്ഭുതമാണ്, പറയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് മിണ്ടാണ്ടെന്നെങ്കിലും ശരി എന്ന് പറഞ്ഞ് ഡോക്ടർ അത് അവസാനിപ്പിച്ചു. അമ്മ മാതാവിന് 1000 നന്ദി. യേശുവേ നന്ദി. കൃപാസന മാതാവേ നന്ദി. പിന്നീട് എൻ്റെ കണ്ണ് കുറച്ച് നാൾ മുമ്പ് രാവിലെ 4 മക്കളെ സ്കൂളിൽ വിടേണ്ടതാണ്. രാവിലെ എഴുന്നേറ്റാൽ കണ്ണ് തീരെ തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് കണ്ണ് തുറന്ന് പിടിച്ച് നടക്കാൻ പറ്റില്ല. കണ്ണ് അടച്ച് പിടിച്ച് ആരെങ്കിലും പിടിച്ചാണ് നടന്നിരുന്നത്. എല്ലാ കാര്യത്തിനും പരസഹായം വേണ്ടിയിരുന്നു. ആ സമയത്ത് എല്ലാ ദിവസവും തൈലം തേച്ച് പ്രാർത്ഥിച്ചു വന്നാലും ഉള്ളിനുള്ളിലൊരു ചെറിയ സങ്കടം തോന്നി. മക്കളെങ്ങനെയാണ് സ്കൂളിൽ വിടുക, ഇതെന്താ എൻ്റെ കണ്ണിങ്ങനെയാണ്, എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്നുള്ള ചെറിയ ടെൻഷനൊക്കെ തോന്നിയിരുന്നു.
എന്നാലും മാതാവിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അമ്മ അറിയാതെ ഒന്നും നടക്കില്ലല്ലോ ജീവിതത്തിൽ. അപ്പോൾ മാതാവിൻ്റെ പ്രത്യക്ഷത്തിന് സാക്ഷിയാക്കണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. വിശുദ്ധ തൈലങ്ങളും അതുപോലെ ഉപ്പും തേനും സ്ഥിരമായിട്ട് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ അവിടുത്തെ, ഞങ്ങൾ ചാലക്കുടിയിൽ നിന്നാണ് വരുന്നത്, അവിടെ ഐ വിഷനിൽ കാണിച്ചിരുന്നു. അവർക്കും പ്രത്യേകിച്ച് എന്താണ് അസുഖമെന്നോ എന്താണെന്നോ ഒരുപാട് ടെസ്റ്റുകളൊക്കെ നടത്തി, പക്ഷെ ഒന്നും മനസ്സിലായില്ല. അതിന് ശേഷം ശ്രീധര്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ണിൻ്റെ ആശുപത്രിയിലും പോയി കാണിച്ചിരുന്നു. അവർക്കും അത് എന്താണ് അസുഖം എന്ന് മനസ്സിലായില്ല. കണ്ണ് ഒരു 8 മണി കഴിഞ്ഞാൽ തുറന്നു വരും, അതുവരെയും കണ്ണ് തുറക്കാൻ ഒട്ടും പറ്റാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ അത് സമയം കൂടി 8 എന്നുള്ളത് 8:30 വരേക്കും കണ്ണടഞ്ഞു തുടങ്ങി. ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഒരു 4 മക്കളെയും സ്കൂളിൽ വിടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഹസ്ബൻഡായിരുന്നു ആ നേരത്തെ കാര്യങ്ങൾ ചെയ്തിരുന്നു. പിന്നെ എൻ്റെ അമ്മയും അപ്പനും വീട്ടിൽ വന്ന് നിൽക്കേണ്ട അവസ്ഥയ്ക്കായി. അപ്പോൾ നന്നായി പ്രാർത്ഥിച്ച് ഒരു ദിവസം കൃപാസനത്തിൽ വന്നെങ്കിലും നമ്മുടെ കയ്യിൽ രേഖകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അച്ഛനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മതി, എന്നെ കാണുന്ന നിർബന്ധമില്ല എന്ന്. ഞങ്ങൾ മാതാവിൻ്റെ മുമ്പിൽ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. കാരണം 4 മക്കളെ നോക്കണം, വീട്ടിൽ വേറെ സഹായിക്കാൻ ആരുമില്ല. അപ്പോൾ കണ്ണ് തുറന്ന് തന്നേ പറ്റൂ മാതാവേ, ഇതെന്താ ഇങ്ങനെയെന്ന് മനസ്സിലാവണില്ലല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. ഞങ്ങൾ നിത്യാരാധന കേന്ദ്രത്തിൽ പോയി. അവിടെ പോയിട്ടും പ്രാർത്ഥിച്ചപ്പോൾ ബ്രദറിനോട് പറഞ്ഞു. ബ്രദറും തലയിൽ വെച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം തൊട്ട് 2 കണ്ണും 5:30 പ്രാർത്ഥനയ്ക്ക് എഴുന്നേറ്റപ്പോൾ കണ്ണ് തുറന്നാണ് എഴുന്നേറ്റ് വന്നത്. അതിന് മുമ്പ് തന്നെ കണ്ണ് തുറന്ന് എഴുന്നേറ്റ് വന്നു. 5:30 ആയപ്പോൾ ഞാൻ ഒന്നും കൂടി തുറന്നു നോക്കി, ശരിയായോ. അത് അപ്പം തന്നെ പോയി മാതാവിന് നന്ദി പറയും, ഇവിടെ വിളിച്ച് നന്ദി അറിയിക്കുകയും ചെയ്തിരുന്നു. അതാണ് എൻ്റെ 3ാമത്തെ സാക്ഷ്യം. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് വന്ന പത്രങ്ങൾ ഞങ്ങൾ വീടുകളിൽ കയറി ഈശോനെ മാതാവിനെ ഞങ്ങൾക്ക് കിട്ടിയ ഓരോ അനുഗ്രഹങ്ങളും എണ്ണിയാൽ തീരാത്ത അത്ര അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഓരോന്നും പറഞ്ഞ് അവരുടെ വീടുകളിൽ കൊടുക്കുമായിരുന്നു. അവരോട് അവരുടെ വിഷമങ്ങൾ ചോദിക്കുകയും നിങ്ങൾക്ക് ഇന്ന കാര്യത്തിൽ ഉപ്പ് വേണോ അങ്ങനെയൊക്കെ ചോദിച്ച് കൊടുക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആവശ്യമുള്ളവർക്ക് അരി അങ്ങനെ ചെറിയ കിറ്റ് പോലെ ആക്കി വീടുകളിലേക്ക് ഓരോ വീടുകളിലും ഇറങ്ങി കയറി അവരോട് ഈശോനെക്കുറിച്ച് സംസാരിച്ച് അവരുടെ സങ്കടങ്ങൾ കേട്ട് അവർക്ക് പത്രം കൊടുത്ത് അവരോട് സംസാരിച്ചതിന് ശേഷം ഇവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ അനുഭവങ്ങളും പറഞ്ഞിട്ടാണ് അരിയും സംഭവങ്ങളൊക്കെ കൊടുക്കാറ്. അവരോട് കൃപാസനത്തിൽ മിക്കവർക്കും കൃപാസനം അറിയാം, ചിലവർക്കും വന്നിട്ടുണ്ട്, പക്ഷേ ഉടമ്പടി മുന്നോട്ട് പോവാത്തവരുണ്ട്, ചിലവർ ഉടമ്പടി എടുത്ത് നടക്കണവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വിശ്വാസം ചിലവർക്ക് കുറഞ്ഞു പോയവർക്കും അവർ നമ്മളെ അനുഭവങ്ങൾ പറഞ്ഞ് അതെന്തായാലും നടക്കും, സമയം കൂടുണ്ടെങ്കിൽ അത് നമുക്ക് വലിയ അനുഗ്രഹം തരാനാന്നൊക്കെ പറഞ്ഞ് വിശ്വാസത്തിലേക്ക് അവരെ നയിക്കാനായിട്ടുള്ള അനുഗ്രഹം കിട്ടിയിരുന്നു. വചനവായനയും നമുക്ക് പറ്റാവുന്ന രീതിയിൽ എല്ലാ ദിവസവും വചനം വായിച്ചു പോയിരുന്നു. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവമാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഇനിയും ഈ ഉടമ്പടിയിലായിരിക്കുവാനും ഇനിയും പ്രത്യക്ഷത്തിന് സാക്ഷിയായും എന്നെയും എൻ്റെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. ഈശോയ്ക്കും തിരുക്കുമാരനും 1000 കോടി നന്ദി. എൻ്റെ പേര് ഷീല ജോയി. ഞാൻ എറണാകുളം ഇടപ്പള്ളി തേവയ്ക്കൽ ലൂർദുമാത രൂപതയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ എനിക്ക് കിട്ടിയ സാക്ഷ്യത്തെക്കുറിച്ച് സൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താനായിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് 5 വർഷമായി കാലിൻ്റെ മുട്ടുവേദനയായിരുന്നു. എനിക്കൊരു നടക്കുവാനോ മുട്ടുകുത്തി പള്ളിയിൽ പോകുമ്പോൾ എനിക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാനോ ഒന്നും എനിക്ക് സാധിച്ചിട്ടില്ല. ഞാനെപ്പോഴും അതേക്കുറിച്ച് മാതാവിനോട് സങ്കടം പറയുമായിരുന്നു. എല്ലാവരെയും പോലെ എനിക്കുമൊന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ലല്ലോ അമ്മേ. അങ്ങനെ ഒത്തിരി ഞാൻ പ്രാർത്ഥിച്ചു. ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് എൻ്റെ മകൾക്കും കുഞ്ഞിനും ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പോൾ അതിന് ഉടമ്പടി എടുത്താൽ എല്ലാവരും പറഞ്ഞു ഇവിടെ പള്ളിയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്താൽ അമ്മ സൗഖ്യപ്പെടുത്തും, പൂർണ്ണമായി വിശ്വസിച്ചാൽ മതി അതിനെ. അപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെ ഉടമ്പടിയുടെ നിയോഗങ്ങൾ വെച്ചത് ഞാൻ 5 കാര്യങ്ങളാണ് ഞാൻ നിയോഗങ്ങൾ വെച്ചതിന്. അതിലൊന്ന് എൻ്റെ മകൾക്ക് വേണ്ടിയും ഈ കാലുവേദനയുടെ കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ പൊതുവായിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞത്. പക്ഷേ മാതാവ് എൻ്റെ കാലുവേദന പൂർണ്ണമായും സൗഖ്യപ്പെടുത്തി. ആദ്യത്തെ ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പ് തന്നെ എപ്പോഴാണെന്ന് എനിക്കറിയില്ല കാലുവേദനയുടെ ഇത് മാറിക്കിട്ടിയതെന്ന് അറിയില്ല. കുർബാനയുടെ സമയത്ത് ഞാൻ അറിയാതെ മുട്ടുകുത്തി.
അപ്പം ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു, എനിക്ക് മുട്ടുകുത്താൻ പറ്റിയില്ലല്ലോ, ഇനി എങ്ങനെയാണെന്നറിയില്ല. അമ്മ എന്നെ ശരിക്കും അങ്ങോട്ട് കുത്തി നല്ലോണം എഴുന്നേറ്റു. അപ്പം എൻ്റെ അടുത്തുള്ളവരോടൊക്കെ പറയുമായിരുന്നു, മുട്ടുകുത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ മുട്ടുകുത്തിയത് അതിന് എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് മുട്ടുകുത്ത ഇപ്പം എനിക്കൊരു കുഴപ്പമില്ല, ഇനി അമ്മ മാതാവ് ഞാൻ ഉടമ്പടി എടുത്ത് വന്നേക്കണേണ്, അതുകൊണ്ടാണ് എൻ്റെ കാലിൻ്റെ മുട്ട് പൂർണ്ണമായി സൗഖ്യപ്പെടുത്തിയത്. 5 വർഷമായിട്ട് ഞാൻ മരുന്ന് കഴിക്കുമായിരുന്നു. ഇനി ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ഹോസ്പിറ്റലുകാർ മുട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഇങ്ങനെ കുത്തിയെടുക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും പറയും, ഇങ്ങനെ വെള്ളം കുത്തിയെടുക്കാൻ പാടില്ല, അങ്ങനെ ഇനി അത് ചെയ്യിപ്പിക്കണ്ട. പക്ഷേ നീര് വെള്ളമാണ് അതിന് എപ്പോഴും. അങ്ങനെ പിന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടില്ല. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് ആയുർവേദം കാണിച്ചു, അതെല്ലാം നിർത്തി. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എല്ലാം നിർത്തിയിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ തന്നെ എൻ്റെ കാലിന് സുഖപ്പെടുത്തി തന്നെ, അല്ലാണ്ട് ഞാൻ ഇനി ഒരു മരുന്ന് പോലും കഴിക്കില്ല അതിന്. അതിന് ശേഷമാണ് ഞാൻ മുട്ടുകുത്തി. ഇപ്പം എനിക്ക് ഒരു കുഴപ്പമില്ല, എപ്പോൾ വേണമെങ്കിലും മുട്ടുകുത്തി. ഞാൻ കുടുംബ പ്രാർത്ഥനയിൽ ഞാൻ കൊന്ത ചെല്ലുമ്പോഴെല്ലാം തീരുന്നത് വരെ ഞാൻ മുട്ടുകുത്തി കൈവിരിച്ച് പിടിച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കാറ്. ഇപ്പം എല്ലാ ദിവസവും ഞങ്ങൾ കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ ചെല്ലും. കുടുംബമായിട്ട് അതിന് എൻ്റെ മക്കളും ഹസ്ബൻഡും എല്ലാവരും കൂടി നിന്നിട്ടാണ് ഞാൻ കുടുംബ പ്രാർത്ഥന. നേരത്തെയൊക്കെ വല്ലപ്പോഴുമൊക്കെ ചെല്ലും, ചിലപ്പോൾ ഒരു രഹസ്യം ചെല്ലും, അങ്ങ് നിർത്തും. പിന്നെ ക്ഷീണമാണ് എല്ലാവർക്കും ഇനി. അപ്പോൾ ഇപ്പം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം തുടർച്ചയായിട്ട് ഒരു ദിവസം പോലും എനിക്ക് മുടങ്ങാതെ കുടുംബ പ്രാർത്ഥന ചെല്ലാതിരിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എപ്പോഴും ഞാൻ ചെല്ലും പ്രാർത്ഥനയിൽ. പിന്നെ ജോലി സ്ഥലത്തേക്ക് പോകുന്ന സമയത്തും ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ബസ്സിലിരിക്കുമ്പോഴും. ഇപ്പം എനിക്ക് എല്ലാ സമയവും കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ എപ്പോഴും എൻ്റെ കയ്യിൽ കൊന്ത ഉണ്ടാവുക. ഇനി രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ പറയുന്നത് എൻ്റെ തൊഴിൽ മേഖലയാണ്. ഒരിക്കൽ പോലും എനിക്ക് ഞാനൊരു സെയിൽസ് ഗേളാണ്. അപ്പോൾ ജോലി സ്ഥലത്ത് ടാർജറ്റ് ഉണ്ടാവും അതിന്. അപ്പോൾ അതൊരിക്കലും എനിക്ക് അച്ചീവ് ആകാൻ പറ്റിയിട്ടില്ല. ഇനി എപ്പോഴും എന്നെ സാറ് വഴക്ക് പറയുമോ, അതിന് തന്നെ പോലെയല്ലേ എല്ലാ സ്റ്റാഫും ഇനി ഇങ്ങനെ പറ്റിയില്ലെങ്കിൽ നിർത്തിയിട്ട് പോടോ എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഒത്തിരി വിഷമമുണ്ട്, എൻ്റെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും കൊണ്ടാണ് ഞാനത് പോകുന്നത്. അതിന് പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. ഇനി ടാർജറ്റ് എങ്ങനെയോ അച്ചീവ് ആകുമെന്ന് ഞാൻ ഇനി. അപ്പോൾ ഒരു പ്രാവശ്യം ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ ചെന്നപ്പോഴേക്കും ഞങ്ങൾക്ക് മാസത്തിൽ ഒരു പ്രാവശ്യം മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങിലാണ് ഇതിൻ്റെ അവാർഡിൻ്റെ ഇതൊക്കെ പറയുന്നത്. അപ്പോൾ എൻ്റെ പേരാണ് വിളിച്ചത്. അപ്പോൾ എനിക്ക് സംശയം, എനിക്ക് തന്നെയാണോ ഇതേനി. അപ്പോൾ വേഗം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം, വേറെ ആരും ഇല്ലല്ലോ ഷീല, ഞാൻ തന്നെയല്ലേ. അപ്പോൾ വേഗം ഞാൻ ചെന്നിട്ട് അതിന് ഒരിക്കലും എൻ്റെ കഴിവ് കൊണ്ടാ ഒന്നുമല്ല, എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം 13 വർഷമായിട്ട് ഞാൻ അവിടെ ജോലി ചെയ്യുന്നതാണ് ഇനി. പക്ഷേ എനിക്ക് ഒരിക്കൽ പോലും അതിൻ്റെ 7 അയൽവക്കത്ത് പോലും എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല. ഇനി ഈ ടാർജറ്റിൻ്റെ ഇനി എപ്പോഴും എന്നോട് വഴക്ക് പറയുമായിരുന്നു. എനിക്ക് ഒരു കസ്റ്റമർ വരുമ്പോഴും സംസാരിക്കാനോ അവരായിട്ട് മിങ്കിൾ ചെയ്യാനോട്ടോ ഒന്നും എനിക്ക് പറ്റിയിട്ടില്ല ഇനി. പക്ഷേ ഇതിന് ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മ മാതാവ് എൻ്റെ കൂടെയുണ്ട്. എനിക്കതിന് ഉറച്ച വിശ്വാസമുണ്ട്. അങ്ങനെ പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുല്ലപ്പൂവിൻ്റെ മണവും തിരുഹൃദയത്തിൻ്റെ രൂപവും അതിൻ്റെ മുകളിൽ ഓസ്തിയായിട്ട് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. എനിക്ക് അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു, അമ്മ മാതാവ് എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് എനിക്കൊന്നിനും പേടിയില്ലാത്തത്. എനിക്ക് എന്തും തരണം ചെയ്യാനായിട്ടുള്ള ധൈര്യമുണ്ട്. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 കോടി നന്ദി. എൻ്റെ ജീവിതം ഇനി അമ്മ മാതാവിന് കടപ്പെട്ടിരിക്കുന്നു. ശേഷിക്കുന്ന ജീവിതം എനിക്ക് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ജീവിക്കുക. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തും എല്ലാം ഇനി ജീവിക്കാനായിട്ടാണ് എൻ്റെ ആഗ്രഹം.